ഹായ് ഗായ്സ്, ബിഗ് ബോസ് മലയാളം സീസൺ 7 വാശിർ വോട്ടിങ്ങിൻ്റെ അവസാന ദിവസമാണെന്ന്. നമ്മളിന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസാണ് പുറത്തു വിടാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 8 മത്സരാർത്ഥികളാണ്. 8 മത്സരാർത്ഥികളിൽ നിന്ന് 1-2 മത്സരാർത്ഥികളാകും ഈ ആഴ്ചയിൽ പുറത്തു പോകുന്നത്. എന്തായാലും എലിമിനേഷൻ്റെ വ്യക്തമായ വിവരങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതിനായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അതോടൊപ്പം 1 മണിക്കുള്ള കൃത്യമായ വോട്ടിംഗ് വിവരങ്ങളും നിങ്ങൾ ഈ ചാനലിൽ കാണാം. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെ വോട്ടിംഗ് റിസൾട്ടിൽ 1-ാം പൊസിഷൻ അത് അനുമോൾ തന്നെയാണ് തുടരുന്നത്. അനുമോൾ ഇന്ന് രാവിലെ തൊട്ട് നല്ലൊരു മുന്നേറ്റമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. മുന്നേ രേണുവുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി കുറച്ച് മുന്നിലുമായിരുന്നു. എന്നാൽ ഇപ്പോൾ 1-ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 10,456 വോട്ട് നേടിയാണ് 1-ാം പൊസിഷനിലുള്ളത്. 2-ാം പൊസിഷനിൽ രേണുസുധീനെയാണ് തുടർന്ന്. രേണുസുധി നല്ലൊരു മുന്നേറ്റമാണ് കാഴ്ചവെച്ചത്. തുടക്കം മുതലേ ഇപ്പോഴും നല്ലൊരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അനുമോളുമായിട്ട് ഇപ്പോഴും നല്ലൊരു പോരാട്ടമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 10,250 വോട്ട് നേടി 2-ാം പൊസിഷനിൽ തന്നെ തുടരുന്ന കാഴ്ചയാണുള്ളത്. 3-ാം പൊസിഷനിൽ ജിസേൽ തക്രലാണുള്ളത്. ജിസേൽ നല്ലൊരു പോരാട്ടമാണ് തുടക്കം മുതൽ നടത്തിക്കൊണ്ടിരുന്നത്. അത് ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ വമ്പിച്ചൊരു വോട്ടിംഗ് മുന്നേറ്റമാണ് കണ്ടുവരുന്നത്. 9,243 വോട്ട് നേടി രേണുസുധിയുമായിട്ട് അടുത്ത് വരുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 4-ാം പൊസിഷനിൽ ആര്യൻ ഖത്രിയാണുള്ളത്. തുടക്കത്തിൽ ഒരു മുൻതൂക്കം ഇപ്പോൾ കണ്ടുവരുന്നില്ല. വോട്ടിങ്ങിൽ നല്ലൊരു കുറവ് കണ്ടുവരുന്നുണ്ട്. എന്നിരുന്നാൽ കൂടെ ഇപ്പോൾ ഒരു സേഫ് പൊസിഷനിലാണ്. 7,406 വോട്ട് നേടി 4-ാം പൊസിഷനിലാണ് തുടരുന്നത്. 5-ാം പൊസിഷനിൽ ശൈത്യയാണുള്ളത്. ശൈത്യ ഒരു ഘട്ടത്തിൽ പുറത്തു പോയേക്കുമെന്ന് തോന്നുന്ന തരത്തിലായിരുന്നു വോട്ടിംഗ്. എന്നാൽ ഇപ്പോൾ ചെറിയൊരു മുൻതൂക്കം നേടി ഇപ്പോൾ ശാരി കട്ടിമറിച്ചുകൊണ്ട് 5-ാം പൊസിഷനിലേക്ക് തിരിച്ചു കയറി വന്നിട്ടുണ്ട്. ചെറിയൊരു വോട്ടിംഗ് വ്യത്യാസം മാത്രമേ ഉള്ളൂ. 6,750 വോട്ട് നേടിയാണ് 5-ാം പൊസിഷനിലുള്ളത്. 6-ാം പൊസിഷനിൽ ശാരി തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. വളരെ ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ശൈത്യമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ 6-ാം പൊസിഷനിലേക്ക് വീണു പോയിരിക്കുന്നത്. ഇപ്പോൾ 6,734 വോട്ട് നേടി 6-ാം പൊസിഷൻ എന്ന ഡേഞ്ചർ സോണിലാണ് ഉള്ളത്. 7-ാം പൊസിഷനിൽ ഇപ്പോഴും മുൻഷി രഞ്ജിത്താണ് തുടരുന്നത്. തുടക്കത്തിൽ കണ്ടുവന്ന ഒരു മുൻതൂക്കം ഇപ്പോൾ കണ്ടുവരുന്നില്ല. വളരെയധികം വോട്ടിംഗ് കുറവാണ് കണ്ടുവരുന്നത്. പുറത്തു പോകാൻ ഏറ്റവും കൂടുതൽ ചാൻസ് കൽപ്പിക്കുന്ന മത്സരാർത്ഥികൾ ഒരാളായി മാറിയിരിക്കുകയാണ്. 5,890 വോട്ട് നേടി 7-ാം പൊസിഷനുള്ളത്. 8-ാം പൊസിഷനിൽ നെവിൻ തന്നെ തുടരുകയാണ്. യാതൊരു മുന്നേറ്റവും കണ്ടുവരാത്ത രീതിയിൽ തന്നെയാണ് വോട്ടിംഗ് പോകുന്നത്. ഇപ്പോൾ 5,235 വോട്ട് നേടി ഏകദേശം മുൻഷി രഞ്ജിത്തുമായിട്ട് അടുത്ത് വരുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാൽ കൂടെ ഇപ്പോഴും ഡേഞ്ചർ സോണിലും പുറത്തു പോകാൻ ചാൻസ് കൽപ്പിക്കുന്ന മത്സരാർത്ഥിയായി മാറിയിരിക്കുകയാണ് നെവിൻ.